കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് സെറ്റ് ടോപ്പ് ബോക്സിന്റെ ബേസിക് ഫംഗ്ഷൻസ് സബ്സ്ക്രൈബർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് എങ്ങനെയെന്നാണ്. ടെക്നീഷ്യൻ റിമോട്ട് പെയറിംഗും റിമോട്ട് ബട്ടൺസും സംബന്ധിച്ച് സബ്സ്ക്രൈബേഴ്സിനോട് എങ്ങനെ പറയുന്നുവെന്ന് ഇനി നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. സർ, ഇനി നമുക്ക് ടാറ്റ സ്കൈയുടെ റിമോട്ടിനെ കുറിച്ച് സംസാരിക്കാം. അതായത് നിങ്ങൾക്ക് കാണാമല്ലോ, ഈ റിമോട്ടിൽ 2 പവർ ബട്ടണുകൾ ഉണ്ട്. സെറ്റ് ടോപ്പ് ബോക്സ് പവർ ബട്ടൺ, പിന്നെ ടി.വി. പവർ ബട്ടൺ. സെറ്റ് ടോപ്പ് ബോക്സ് പവർ ബട്ടൺ കൊണ്ട് സെറ്റ് ടോപ്പ് ബോക്സ് ഓൺ അല്ലെങ്കിൽ ഓഫ് ആക്കാം. പിന്നെ ടി.വി. പവർ ബട്ടൺ കൊണ്ട് ടി.വി. ഓൺ അല്ലെങ്കിൽ ഓഫ് ആക്കാം. ടി.വി. പവർ ബട്ടണും എ.വി. അതായത് സോഴ്സ് ബട്ടണും ഉപയോഗിക്കുവാനായി ടാറ്റ പ്ലേ റിമോട്ട് ടി.വി. റിമോട്ടുമായി പെയർ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇതിന്റെ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞു നൽകാം. ഓക്കെ, ഇത് സെറ്റിംഗ്സ് ബട്ടൺ ആണ്. ഇത് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുൻപിൽ ടിവിയിൽ ഈ സ്ക്രീൻ പ്രത്യക്ഷപ്പെടും. അതിൽ നിങ്ങൾ യൂസർ സെറ്റിംഗ്സ്, സിസ്റ്റം സെറ്റിംഗ്സ് ഇവയിലെല്ലാം പോയി ലാംഗ്വേജ്, പിക്ചർ, HD, സൗണ്ട് ഇവയുടെ എല്ലാം സെറ്റിംഗ്സ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. അതെയോ? ഇത് ഓൺ ഡിമാൻഡ് ബട്ടൺ ആണ്. ഇത് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ടാറ്റ പ്ലേയുടെ ഷോക്കേസ് സർവീസസിലേക്ക് പോകാൻ സാധിക്കും ഇപ്രകാരം. പിന്നെ ഈ അവസാനത്തെ ബ്ലൂ ബട്ടൺ, ഇതിൽ ഗൈഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുൻപിൽ ഈ സ്ക്രീൻ പ്രത്യക്ഷപ്പെടും. ഇതിനെ EPG അഥവാ ഇലക്ട്രോണിക് പ്രോഗ്രാമിംഗ് ഗൈഡ് എന്ന് പറയുന്നു. ഇതിൽ നിങ്ങൾക്ക് എല്ലാ ചാനൽസിന്റെയും ഡിഫറന്റ് കാറ്റഗറീസ് സെലക്ട് ചെയ്യാൻ സാധിക്കും. സർ, ഇത് ടി.വി. ബട്ടൺ ആണ്. നിങ്ങൾ ഏതെങ്കിലും മെനുവിന്റെ ഏത് പേജിലാണെങ്കിലും ഇത് പ്രസ് ചെയ്താലുടൻ നിങ്ങളുടെ മുമ്പിലുള്ള എല്ലാ സ്ക്രീനും അപ്രത്യക്ഷമായി നിങ്ങൾ നേരിട്ട് ചാനലിലേക്ക് വരും. അതേപോലെ ഇത് ഹോം ബട്ടൺ ആണ്. ഇത് പ്രസ് ചെയ്താലുടൻ നിങ്ങൾ നേരെ ഹോം സ്ക്രീനിലേക്ക് വരും. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എന്താ, എനിക്ക് ഈ സ്ക്രീൻ എന്റെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒക്കുമോ? അതായത് മെനുവിൽ നിന്ന് ഏതെങ്കിലും ടോപ്പിക് ഒഴിവാക്കാനോ കൂട്ടിച്ചേർക്കാനോ സാധിക്കുമോ? ഇല്ല സർ, ഈ മെനു എല്ലാം പ്രീ ഡിഫൈൻഡ് ആണ്. അതിനാൽ ഇത് ഒഴിവാക്കാനോ കൂട്ടിച്ചേർക്കാനോ സാധിക്കില്ല. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് തീർച്ചയായും സെറ്റ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ആ ലാംഗ്വേജിൽ നിങ്ങൾക്ക് എല്ലാ മെനുവും നോക്കാൻ സാധിക്കും. പിന്നെ ഈ FV ബട്ടൺ എന്തിനുള്ളതാണ്? അത് സർ, ഇത് ഫേവറേറ്റ് ബട്ടൺ ആണ്. ഇത് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുൻപാകെ നിങ്ങളുടെ ഫേവറേറ്റ് ചാനൽസിന്റെ ലിസ്റ്റ് പ്രത്യക്ഷപ്പെടും ഇപ്രകാരം. ഇവിടെ, അതായത് ഇൻഫർമേഷൻ ബട്ടൺ ആണ്. ഇതുവഴി നിങ്ങൾക്ക് ഏതൊരു ചാനലിന്റെയും ഇൻഫർമേഷൻ അറിയാൻ സാധിക്കും. എങ്ങനെയുള്ള ഇൻഫർമേഷൻ? ടിവിയിൽ വരാൻ പോകുന്ന പ്രോഗ്രാംസിൽ അവയുടെ വിവരങ്ങൾ, അതിൽ പ്രവർത്തിക്കുന്ന ആക്ടേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ്, ഈ വക ഇൻഫർമേഷൻ. വളരെ നല്ലതാണല്ലോ. അതെ. പിന്നെ ഇത് വോളിയത്തിന്റെ പ്ലസും മൈനസും ബട്ടൺ ആണ്. അതേപോലെ ഇത് മ്യൂട്ടിന്റെ ബട്ടൺ ആണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് ചാനൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ചെയ്യാൻ സാധിക്കും. ഈ 4 ആരോ ബട്ടൺസ് കൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും മെനുവിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മുകളിലേക്കോ താഴേക്കോ പോകാൻ സാധിക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് ഏതെങ്കിലും ഓപ്ഷൻ തിരഞ്ഞെടുക്കുവാനായി മധ്യത്തിലുള്ള ഈ സെലക്ട് ബട്ടൺ പ്രസ് ചെയ്യുക. ഈ ബാക്ക് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പ് കണ്ടുകൊണ്ടിരുന്ന ചാനലിലേക്ക് പോകാൻ സാധിക്കും. ഉദാഹരണമായി, നിങ്ങളിപ്പോൾ സോണി ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ. ഇതിനു മുമ്പ് നിങ്ങൾ സ്റ്റാർ പ്ലസ് കാണുകയായിരുന്നു എങ്കിൽ ആ ചാനലിലേക്ക് തിരികെ പോകുവാനായി നിങ്ങൾ കേവലം ഈ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അഥവാ നിങ്ങൾ ഏതെങ്കിലും മെനുവിലാണെങ്കിൽ അതിനു മുമ്പുള്ള സ്ക്രീനിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ബാക്ക് ബട്ടൺ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, പക്ഷേ ഈ നിറമുള്ള ബട്ടൺസ് എന്തിനുള്ളതാണ്? ഈ പലതരം കളറിലുള്ള ബട്ടൺസ് നിങ്ങളെ ഏതെങ്കിലും മെനുവിലെ എന്തെങ്കിലും സ്പെസിഫിക് സ്റ്റെപ്സ് എടുക്കുവാനായി സഹായിക്കും. ഈ ഹെൽപ്പ് ബട്ടൺ കൊണ്ട് നിങ്ങൾക്ക് ഹെൽപ്പ് സ്ക്രീനിൽ എത്തിച്ചേരാം. അവിടെ നിങ്ങൾക്ക് ടാറ്റ പ്ലേ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട ധാരാളം വിവരങ്ങൾ ലഭിക്കും. പിന്നെ ബാക്കിയുള്ള ഈ നമ്പർ ബട്ടൺസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വ്യത്യസ്ത ചാനൽസ് തിരഞ്ഞെടുക്കാൻ സാധിക്കും. അപ്പോൾ സാർ, ഇതൊക്കെയാണ് ടാറ്റ പ്ലേ റിമോട്ടിന്റെ കാര്യം. ഇനി ഞാൻ നിങ്ങളുടെ ടാറ്റ പ്ലേ റിമോട്ട് നിങ്ങളുടെ ടി.വി. റിമോട്ടുമായി പെയർ ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ പ്രയോജനം? സാർ, ടാറ്റ പ്ലേ റിമോട്ട് ടിവിയുമായി പെയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ടാറ്റ പ്ലേ റിമോട്ട് കൊണ്ട് ടിവിയുടെ ചില ഫംഗ്ഷൻസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒറ്റ റിമോട്ട് കൊണ്ട് ടിവിയും STBയും രണ്ടും ഓൺ ചെയ്യാൻ ഒക്കുമോ? യെസ് സാർ. ഇപ്പോൾ ഞാൻ റിമോട്ട് പെയറിംഗ് ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഈ റിമോട്ട് കൊണ്ട് ടിവിയും AV അതായത് സോഴ്സ് ഫംഗ്ഷനും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ടിവിയിൽ നിന്നാണോ അതോ STBയിൽ നിന്നാണോ വോളിയവും മ്യൂട്ട് ബട്ടണും ഈ റിമോട്ട് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ച് ഞാൻ സെറ്റിംഗ്സ് ചെയ്തു തരാം. അപ്പോൾ ഒരു തവണ സെറ്റിംഗ്സ് ചെയ്തു കഴിഞ്ഞാൽ ഈ കൺട്രോൾസ് ചേഞ്ച് ചെയ്യാനാവില്ലേ? തീർച്ചയായും ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ റിമോട്ട് കൊണ്ട് സെറ്റ് ടോപ്പ് ബോക്സിന്റെ വോളിയവും മ്യൂട്ട് ഫംഗ്ഷൻസും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. അഥവാ നിങ്ങൾക്ക് ടി.വി. മോഡിൽ വരണമെന്നുണ്ടെങ്കിൽ അതിനായി നിങ്ങൾ ഹോം ബട്ടണും ബാക്ക് ബട്ടണും 3 സെക്കൻഡ് നേരം പ്രസ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഈ റിമോട്ട് കൊണ്ട് ടിവിയുടെ വോളിയവും മ്യൂട്ട് ഫംഗ്ഷനും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് വളരെ എളുപ്പമാണല്ലോ. യെസ് സർ.
അപ്പോൾ ഇതോടെ നമ്മുടെ റിമോട്ടിന്റെ ഡെമോൺസ്ട്രേഷൻ ഇവിടെ അവസാനിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ റിമോട്ട് പെയറായി പെർഫെക്റ്റ്ലി റെഡിയാണ്. ഇപ്രകാരമാണ് ഒരു ടെക്നീഷ്യൻ റിമോട്ടിനെയും റിമോട്ട് പെയറിംഗിനെയും കുറിച്ച് കസ്റ്റമേഴ്സിന് മനസ്സിലാക്കി കൊടുക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം RMN-ഉം സബ്സ്ക്രൈബർ ഐഡിയും സംബന്ധിച്ച് സബ്സ്ക്രൈബർക്ക് എന്ത് ഡീറ്റെയിൽസ് നൽകുന്നുവെന്ന്.